ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ക്യാരറ്റ് പ്ലം കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഞാനിവിടെ 2 തരം ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു 1/4 കിലോൻ്റെ പകുതി വരും കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഈ തണുപ്പ് സമയത്ത് ഇതൊക്കെ പലയിടത്തും കിട്ടുന്നതാണ്. ഇതുണ്ടെങ്കിൽ ഇതെടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ക്യാരറ്റ് എടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് നന്നായി കഴുകിയെടുത്ത് ഇതുപോലെ തൊലിയൊക്കെ മാറ്റണം. നല്ല കളറാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റിന്. ഇത് തണുപ്പ് സീസണിൽ മാത്രം ഇവിടെയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾക്ക് ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒട്ടും നിർബന്ധമില്ല, സാധാരണ കറി വയ്ക്കുന്ന ക്യാരറ്റ് ആയാലും മതി. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഇവിടെ ഒരു ഭാഗത്തിരിക്കട്ടെ. ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം കേട്ടോ ഇതിൽ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഡേറ്റ്സ് ആണ് ആവശ്യം കേട്ടോ. ഞാനൊരു 7 ഡേറ്റ്സ് എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചതാണ്. ഒത്തിരി ഇങ്ങനെ പഴുത്തത് പാടില്ല, ഇതുപോലത്തെ ഒരു അളവിൽ മതി കേട്ടോ. ഇനി 1 സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തു. ഇനി ചെറി ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ, ചെറി എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് എടുക്കാം. ഞാനിവിടെ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള അളവിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം മൈദാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ. ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 100 ഗ്രാം ബട്ടറിൻ്റെ ഒരു 4/4 ഭാഗമാണ് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ. അപ്പോൾ 3/4 ഭാഗം നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എടുത്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് ഈ ബട്ടറിൽ കിടന്നിട്ടൊന്ന് കുക്കായി വരണം. ഒത്തിരി അങ്ങോട്ട് കുക്കാവരുത്. ഇത് പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. നല്ല മണമാണ്. ബട്ടറിൽ ഇങ്ങനെ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി ഞാനിവിടെ ചായ ഉണ്ടാക്കുന്ന ചായപാത്രമാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലാസും ചായപാത്രം സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് 1/4 സ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 സ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ്സോളം പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിച്ച പഞ്ചസാര വേണം നിർബന്ധമില്ല, നമ്മളിത് അടിച്ചെടുക്കുന്നതാണ്. പൊടിച്ചതായിരിക്കും നല്ലത്. ഇനി മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, ഈ ഒരു 4 സാധനങ്ങൾ മാത്രം ഇട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക മാത്രം. അപ്പോൾ അതെല്ലാം കാണിക്കുമ്പോൾ ഒത്തിരി സമയം പോയി പോകും. അപ്പോൾ 1 നുള്ളു ഉപ്പ് ഇതിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ ഗരം മസാല, 1 നുള്ളു ഉപ്പ്, 3 മുട്ട. ഇത്രയും ഇതിൻ്റെ കൂടെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് അടിച്ചതിന് ശേഷം ഞാനിവിടെ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ്സോളം സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് നമുക്ക് ബട്ടർ എടുക്കാം കേട്ടോ. ബാക്കി ബട്ടർ എടുത്താലും മതിയാവും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് അതേ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് വരാം കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചതിന് ശേഷം ഞാനിതിലേക്ക് നല്ല കട്ടി തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്. ഈ തൈര് ഞാൻ അരിപ്പ പാത്രത്തിലൊന്ന് ഒഴിച്ചു വെച്ചതാണ് കേട്ടോ. ഇനി പ്ലം കേക്കിൻ്റെ കളറ് കിട്ടാനായിട്ട് കാരമൽ ചെയ്ത പഞ്ചസാര സിറപ്പാണ് കേട്ടോ. കാരമലൈസ് ചെയ്തതാണ്. 2 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് ചെറിയ തീയിലിട്ടൊന്ന് എടുത്താൽ മതി. അന്നേരം ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് വരാം. വളരെ എളുപ്പമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ. ഈ ക്രിസ്മസിന് എല്ലാവരും ചെയ്ത് നോക്കണേ. ഇത്ര ഈസി ആയിട്ടുള്ള ഈ ഒരു കേക്ക്, വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച മൈദാക്കൂട്ടുണ്ടല്ലോ, ഞാനതിന് പ്രത്യേകിച്ച് സ്പാച്ചുല ഒന്നും തന്നെ ഇല്ല, സ്പൂൺ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മൈദാക്കൂട്ടിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് അതേ സ്പൂണ് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഒരു പേടിയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പേടിയില്ലാതെ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മൈദാപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ചായപാത്രത്തിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഗ്ലാസ് ബൗളൊന്നും വേണമെന്നില്ല. അതുമല്ല, സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ നമുക്കിത് പൊങ്ങി വരില്ലേ, അങ്ങനെയുള്ള പല സംശയങ്ങളും വരാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഞാനിത്. ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ബിരിയാണി ചെമ്പ് ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ചൂടായി കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഉണ്ടല്ലോ, ഇത് ഏതെങ്കിലും ഒരു ട്രേയിലേക്ക് ബട്ടർ തടവിയിട്ട്, ബട്ടർ പേപ്പർ വെച്ചതാണ് കേട്ടോ ഇത്. സ്റ്റീൽ പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല റിച്ചായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ചെറിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പ്ലം കേക്കിൻ്റെ ഒരു മണത്തിനായിട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരമൽ ചെയ്ത ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. അത് ഇതിൻ്റെ ഉള്ളിൽ ബബിളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബാക്കിയില്ലേ, അത് ഇതുപോലെ മേളിലിട്ട് കൊടുക്കാം. ഇങ്ങനെ മേളിലിട്ട് കൊടുക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നേരത്തെ മിക്സ് ചെയ്ത പോലെ മുഴുവനായിട്ടും അതിൽ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മേളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈദയിൽ ഇങ്ങനെ മുക്കിയെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, പുരട്ടി എടുക്കണമെന്നൊന്നുമില്ല. കാണാൻ കുറച്ചും കൂടെ ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ 4-5 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് പണികൾ മാത്രം. അപ്പോൾ ഞാൻ ഈ ചെമ്പിൽ നിന്ന് ഈ ഒരു മൂടി മാറ്റുവാണ്. ഇതിന് ഞാൻ ചട്ടിയൊക്കെ ഇറക്കി വയ്ക്കുന്ന ട്രേ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഇറക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് മുന്നേ ഞാനിത് ചൂടാവാൻ വെച്ചതാണ്. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൈ പൊള്ളാതെ ഇതുപോലെ അടച്ചു വയ്ക്കണം. 1 മണിക്കൂറും 10 മിനിറ്റുമാണ് എനിക്കിത് വേകാൻ ആവശ്യമായിട്ടുള്ള സമയം എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ 1 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറക്കുകയാണ്. ഇത് നമ്മൾക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു ഈർക്കിളോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും. മാത്രമല്ല ഇത് നല്ലോണം ഇതുപോലെ പൊങ്ങി വരും. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ നമുക്കൊരു ഈർക്കിൾ വെച്ച് ഞാനിവിടെ കുത്തി നോക്കുകയാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ കുത്തി എടുക്കുമ്പോൾ മനസ്സിലാവും ഈ ഈർക്കിളിൻ്റെ മേളിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല ക്ലിയർ ആയിട്ടിരിക്കും, ഉള്ളിലും പുറത്തൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇതിനെ നമ്മൾക്ക് പുറത്തേക്കെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിനെ പുറത്തേക്ക് എടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള റിച്ച് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്, ഒരുവിധം കൈ പൊള്ളാത്ത രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാനിനി ഇതുപോലെ തന്നെ ഈ ട്രേയിൽ നിന്ന് മാറ്റുവാണ് കേട്ടോ. നമ്മൾക്ക് ഇതേ ട്രേ വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തെടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും ഏത് പാത്രത്തിലും ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഷുഗറൊക്കെ കാരമലൈസ് ചെയ്ത് ചേർക്കുമ്പോഴാണ് ശരിക്കും ഇങ്ങനെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വരുന്നത് കേട്ടോ. സൈഡൊന്നും കരിഞ്ഞ് പോവുകയോ ഇങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഇല്ലാതെ തന്നെ നല്ല മോയ്സ്ചറായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ക്രിസ്മസ് ട്രീയുടെ മേലെ നോക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്കിതാ കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് അപ്പോൾ തന്നെ കട്ട് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ക്യാരറ്റ് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്യാവശ്യം നല്ല കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്രിസ്മസിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ വെറൈറ്റി ആയിരിക്കും ക്യാരറ്റും കൂടെ ചേർത്ത കേക്ക്. അപ്പോൾ ഞാനിതാ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിലൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.